പ്രിയപ്പെട്ടവരെ നമസ്കാരം. PM-ശ്രീ വലിയ വിവാദമായിരിക്കുന്ന ഒരു സമയമാണല്ലോ. PM-ശ്രീക്കൊക്കെ വളരെ മുമ്പ് NCERT-യുടെ സിലബസ് പ്രിപ്പയർ ചെയ്യുന്നത് വർഗീയപരമായ പരാമർശങ്ങളൊക്കെ ചേർത്തായതുകൊണ്ട് കേരളം ഒരു ബദൽ വിദ്യാഭ്യാസ പദ്ധതി നയം രൂപീകരിച്ച് അതിനനുസരിച്ച് മാത്രമേ കേരളം മുമ്പോട്ട് പോകൂ. ഇത് കേരളമാണ്. സ്ഥിരമായി നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ് അല്ലേ. NCERT വിഭാവനം ചെയ്യുന്ന സിലബസ് പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളായ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, ഇതേപോലെ തന്നെ CBSE സ്കൂളുകൾ, കേരളത്തിലൊക്കെ എത്രയോ സ്കൂളുകളുണ്ട്. ആ വിദ്യാലയങ്ങളിലൊക്കെ ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗീയപരമായ സിലബസുകൾ പഠിപ്പിക്കുന്നെന്ന് ആക്ഷേപിക്കുന്ന ആരാധ്യനായ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവിന്റെ മകൾ പഠിക്കുന്നത് NCERT സിലബസിന്റെ കീഴിലുള്ള കളമശ്ശേരിയിലെ രാജഗിരി സ്കൂളിലാണ്. പഠിക്കാൻ ആ കുട്ടി മിടുക്കിയാണ്. CBSE സ്കൂളാണ്. അഡ്മിഷന് തന്നെ ലക്ഷങ്ങൾ വേണ്ടി വരും. സെമസ്റ്റർ ഫീസും ലക്ഷങ്ങൾ മുടക്കി കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം ഇവിടെ വന്നിട്ട് കേരളത്തിന്റെ ബദൽ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരാള് ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിയുടെ മകൻ ഗോവിന്ദ് P. ശിവൻ പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. അതായത് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന വർഗീയ അജണ്ടകൾ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലാണ്. അതിനുശേഷം അദ്ദേഹം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോയത്. കേരളത്തിൽ പഠിച്ചില്ല. ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോയത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അതിനുപോലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം സെലക്ട് ചെയ്തില്ല. കാര്യം നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയ്ക്ക് പോകുന്നതിനെ നമ്മൾ ആരും കുറ്റം പറയരുത്. അവരുടെ പൊതു നയമാണത്. പിന്നെ ഇങ്ങനെ തള്ളാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളത് മാത്രം. ഞാൻ പറയാൻ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി. RSS വൽക്കരണമാണ് PM-ശ്രീയിലൂടെയൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു ആരോപണം ഇടതുപക്ഷവും SFIയും എല്ലാം സ്ഥിരമായി ഉയർത്തുന്നത് ശരിയാണ് എന്ന് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ അത് തന്നെ നിങ്ങളോട് പറഞ്ഞു, ശരിയാണ്. RSS വൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം RSSന്റെ കുറച്ച് പ്രവർത്തകർ എൻ്റെ വീട്ടിൽ വന്നു. അവര് എനിക്ക് ഒരു ലഘുലേഖ തന്നു. ഇതൊരു വർഗീയ ലഘുലേഖയാണ്, തികച്ചും വർഗീയം. ഇതിൽ എല്ലാ കാര്യങ്ങളും വർഗീയമാണ്. ഈ വർഗീയ കാര്യം തന്നെയാണ് NEP പഠിപ്പിക്കുന്നതെന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതിന്റെ കൂടുതൽ കോപ്പി ഞാൻ അവരോട് വാങ്ങി എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആവശ്യക്കാർ ചോദിച്ചാൽ ഞാൻ തരാം. ഇതില് ഏറ്റവും പ്രധാനമായിട്ട് കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. 5 വർഗീയ കാര്യങ്ങളാണ് ഇവരിതിൽ പരാമർശിക്കുന്നത്. അതിന് അവർ പേര് കൊടുത്തിരിക്കുന്നത് പഞ്ചപരിവർത്തനം എന്നൊക്കെയാണ്. NEP അതിന് വേറെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. NEP അത് നമുക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി മറ്റൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ NEP പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കാമേ. ഇത് ഈ വർഗീയ കാർഡ് പറയുന്നതല്ല, മറ്റൊരു കാര്യം. അതിൽ വാട്ടർ ഓഡിറ്റ്, ജൈവ വൈവിധ്യ രജിസ്ട്രാർ, ഇതൊക്കെ വിദ്യാലയങ്ങളിൽ നിർബന്ധമാക്കുമെന്ന് പറയുന്നു. RSSന്റെ ലഘുലേഖ നമ്മളോട് പറയുന്നു, പ്രകൃതി നമ്മുടെ അമ്മയാണ്. കേവലം 500 വർഷത്തിനുള്ളിൽ പ്രപഞ്ചത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ താറുമാറായി കഴിഞ്ഞു. ഈ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ പൊതുജന പങ്കാളിത്തത്തോടെ പരിസ്ഥിതി അവബോധം സജീവമാക്കണം. പരിസ്ഥിതി അവബോധം സജീവമാക്കും. വാട്ടർ ഓഡിറ്റ്, ജൈവ വൈവിധ്യ രജിസ്റ്റർ, സ്കോർ. ഇനി പൊതുജന പങ്കാളിത്തം, ഇതാ NEP നമ്മളോട് പറയുന്നു, സ്കൂളുകൾ സോഷ്യൽ കോൺഷ്യസ്നസ് സെന്ററുകളായി മാറും. സാമൂഹിക ചേതനാ കേന്ദ്രം. അതായത് പൊതുജന പങ്കാളിത്തത്തോടെയാണ് ഈ പരിസ്ഥിതി സംരക്ഷണം നടത്തേണ്ടതെന്ന് NEPയും പറയുന്നു, RSSും പറയുന്നു. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ, സേവന പ്രവർത്തനം, സാമാജിക സമരസത, സ്വാധിഷ്ഠിത ജീവിതം, പൗരബോധം, ഇതൊക്കെ NEPയും പറയുന്നു. അപ്പോൾ RSSന്റെ വർഗീയ അജണ്ട ഒളിച്ചു കടത്തുകയാണ് NEP ചെയ്യുന്നത്. ഈ ലഘുലേഖ എല്ലാ വീടുകളിലും RSSന്റെ പ്രവർത്തകർ എത്തിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. നമ്മളിത് സൂക്ഷിച്ചു വെക്കുക. ഇടതുപക്ഷത്തിന്റെ ശ്രദ്ധയ്ക്ക്, P. രാജീവിന്റെ ശ്രദ്ധയ്ക്ക്, ശിവൻകുട്ടിയുടെ ശ്രദ്ധയ്ക്ക് ഇതുമായി നിങ്ങൾ പത്രസമ്മേളനം നടത്തുക.